إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم تلك الدار الآخرة نجعلها للذين لا يريدون علوا في الأرض ولا فسادا والعاقبة للمتقين. ഏറെ സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും വിധിവിലക്കുകളുമൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഓരോ സന്ദർഭങ്ങളിലും സൂക്ഷ്മത പുലർത്തി തഖ്വയുള്ളവരായി മാറണമെന്ന് എന്നോടും നിങ്ങളോടുമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മനുഷ്യർ ഉൾക്കൊള്ളുന്ന സമൂഹവും അവരെ ഉൾക്കൊള്ളുന്ന ഓരോ രാജ്യങ്ങളും പുതിയ കാലത്ത് പ്രത്യേകിച്ചും ഒരുപാട് പരിഷ്കാരം നേടിയവരാണ് എന്നും പുരോഗതി കൈവരിച്ചവരാണ് എന്നും എല്ലാവർക്കും അവരുടേതായ അവകാശങ്ങളും സ്വാതന്ത്ര്യവുമൊക്കെ നൽകി ഒരു ജനാധിപത്യമൊക്കെ അനുഭവിക്കുന്ന തരത്തിലാണ് എന്നൊക്കെ വലിയ ആഘോഷം നടത്തുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സംസ്കാരവും പരസ്പര ബഹുമാനവും ആദരവുമൊക്കെ മനുഷ്യന്റെ നിലയും വിലയുമൊക്കെ വളർത്തുന്നു എന്നതൊരു സത്യമാണ്. അങ്ങനെ മനുഷ്യരും സമുദായവും സമൂഹവും നാടും രാജ്യവുമൊക്കെ ഒരുപാട് വളർന്നു വികസിച്ചു എന്നൊക്കെ നമ്മൾ പലപ്പോഴും അങ്ങനെ വീമ്പ് പറയുന്ന ഒരു സന്ദർഭത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പക്ഷെ അതിനൊക്കെ അനുസരിച്ചുള്ള ഒരു സംസ്കാരം, ഒരു മെച്ചം മനുഷ്യർക്കിടയിൽ നിലനിൽക്കുന്നുണ്ടോ എന്നത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. പലപ്പോഴും അവനവന്റെ സൗകര്യത്തിനും സ്വാർത്ഥതക്കും കാര്യലാഭത്തിനുമൊക്കെ വേണ്ടി അവന് കിട്ടിയ ഗുണങ്ങളെ ദുരുപയോഗം ചെയ്യുന്ന നിരവധി വാർത്തകൾ നമ്മൾ കണ്ടും കേട്ടുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യർക്ക് ഒരു തരത്തിലുള്ള അഹങ്കാരം പിടിപെട്ടിരിക്കുന്നു. പണം കയ്യിലുള്ളവർ, ശക്തി കയ്യിലുള്ളവർ, അധികാരം കയ്യിലുള്ളവരൊക്കെ അവരവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി അവനവന് കിട്ടിയ ഈ നിഅമത്തുകളെ ദുരുപയോഗം ചെയ്യുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അഹങ്കാരം തലക്ക് പിടിച്ചാൽ
മനുഷ്യർ നശിച്ചു പോകുമെന്ന് പരിശുദ്ധ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അഹങ്കാരം എല്ലാത്തിനും മീതെ മനുഷ്യരെ പിടികൂടിയതിന്റെ അപകടങ്ങൾ ഇന്ന് ഈ വർത്തമാനകാലത്ത്, ശാസ്ത്ര സാങ്കേതിക വിദ്യ ഒരുപാട് ഉയർന്ന കാലത്ത്, പുരോഗമന പ്രസ്ഥാനങ്ങളുടെ ഇടപെടൽ കൊണ്ട് ഒരുപാട് പുരോഗമിച്ചു എന്ന് പറയുന്ന കാലത്ത്, നവോത്ഥാനത്തിന്റെ ഒരുപാട് ഉയർച്ചകൾ നേടി എന്ന് അവകാശപ്പെടുന്ന കാലത്തും മനുഷ്യൻ അനുഭവിക്കുകയാണ് പീഡനങ്ങളുടെ വർത്തമാനങ്ങൾ, ഉപദ്രവങ്ങളുടെ വർത്തമാനങ്ങൾ, കൊന്നുകളയുന്ന, നിഷ്കരുണം കൊന്നുകളയുന്ന വാർത്തകൾ, ലഹരിക്കടിപ്പെട്ട് ജീവിതം തന്നെ ഹോമിക്കുന്ന കാഴ്ചകൾ, ഇതൊക്കെ നമ്മൾ ഇന്ന് കണ്ടും കേട്ടുകൊണ്ടിരിക്കുകയാണ്. 3 കാര്യങ്ങൾ മനുഷ്യരെ അഹങ്കാരികളാക്കുമെന്ന് ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതിലൊന്ന് പണമാണ്. പണം നമ്മളെ അഹങ്കാരികളാക്കും. പണം, സമ്പത്ത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. അതുപോലെ തന്നെ വലിയ പരീക്ഷണവുമാണ് എന്ന് ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇതിന്റെ പേരിൽ അഹങ്കരിച്ചവരുടെ ചരിത്രം ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. ഒരു മനുഷ്യന്റെ കഥ പറഞ്ഞു. വകാന ലഹു സമറുൻ ഫഖാല ലിസാഹിബിഹി വഹുവ യുഹാവിറുഹു അന അക്സറു മിൻക മാലം വഅഅസ്സു നഫറ. സൂറത്തുൽ കഹ്ഫ് നമ്മൾ വെള്ളിയാഴ്ച പാരായണം ചെയ്യുന്ന സൂറത്തിലെ ഒരു വചനത്തിൽ 34-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല ഒരു സംഭവം പറഞ്ഞു തരുന്നുണ്ട്. കുറെ വരുമാനമുള്ള, സമ്പത്തുള്ള ഒരു മനുഷ്യന്റെ സുഹൃത്ത് അയാളോട് പറഞ്ഞു, നീ ഇങ്ങനെ വാരിക്കൂട്ടുന്നതിൽ ഒരു നേരും നെറിയൊക്കെ കാണിക്കണം, നീ പരലോകത്തെ ഓർക്കണം, ഈ ലോകം ഒരു ദിവസം അവസാനിക്കും, അന്ത്യനാൾ സംഭവിക്കും എന്നൊക്കെ ദൈവത്തെക്കുറിച്ചും അള്ളാഹിനെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചും ഈ കിട്ടിയതിന് നന്ദി കാണിക്കേണ്ടതിനെ കുറിച്ചുമൊക്കെ ഓർമ്മപ്പെടുത്തിയപ്പോൾ അയാൾ ശരിക്കും എന്താണ് ചെയ്യേണ്ടത്? അത് മനസ്സിലാക്കി, അതിലുള്ള ഗുണപാഠം മനസ്സിലാക്കി വിനയം കാണിക്കാൻ വേണ്ടിയിരുന്നു. പക്ഷെ അയാൾ പറഞ്ഞു, ബഹുവയുഹാവിറുഹു, അവനോട് വാഗ്വാദം നടത്തി, തർക്കിച്ചു. എന്നിട്ട് പറഞ്ഞു, അനാക്സറു മിൻക മാലം വഅഅസ്സു നഫറ, ഞാന് നിന്നേക്കാൾ ധനം കൂടുതലുള്ളവനാണ്, ഞാൻ അധികം സംഘബലവും ഒക്കെ ഉള്ള ആളാണ്, ഞാൻ കുറച്ച് ബലമുണ്ട്, എനിക്ക് കുറച്ച് ആളൊക്കെ ഉണ്ട്, പണവും എന്റെ കയ്യിലുണ്ട് എന്ന് ധിക്കരിച്ചു എന്ന് ഖുർആൻ ഒരിടത്ത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അയാൾ അല്ലാഹു തആല നശിപ്പിച്ചു കളഞ്ഞു എന്നാണ്. അത്തരത്തിലുള്ള കിബറുകൾ ജീവിതത്തിലേക്ക് വന്നാൽ നമ്മളെ തന്നെ മറക്കും, നമ്മുടെ നില മറക്കും, നമ്മുടെ സാഹചര്യങ്ങൾ മറന്നുപോകുമെന്നതാണ്. അത് പിടികൂടാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക എന്ന് ഖുർആൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. രണ്ടാമതൊരു സംഭവം കൂടി ഖുർആൻ നമുക്ക് ചേർത്ത് പറഞ്ഞു തരുന്നുണ്ട്. അത് ഖാറൂന്റെ സംഭവമാണ്. ഖാറൂന്റെ പണത്തിന്റെ മുകളിൽ അഹങ്കരിച്ച സംഭവം ഖുർആൻ ഓർമ്മിപ്പിക്കുന്നു. ഖാറൂനോട് ജനങ്ങൾ പറഞ്ഞു, ഖാറൂന്റെ ഈ അഹങ്കാരങ്ങൾ സഹിക്കാൻ വയ്യാതായപ്പോ ആളുകൾ പലപ്പോഴും അദ്ദേഹത്തോട് വിളിച്ചു പറയുന്നുണ്ട്, ലാ തഫ്റഹ് ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫരിഹീൻ, നീ അങ്ങനെ അധികം പുളകം കൊള്ളണ്ട, ഓവറാവണ്ട എന്ന് പുതിയ കാലത്ത് നമുക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനെ ആണ്ടല്ലോ ആർത്തിയോടുകൂടിയുള്ള ഒരു തരത്തിലുള്ള പുച്ഛവും അഹംഭാവവും ഒക്കെ പിടികൂടി ഖാറൂനെ. ലാ തഫ്റഹ്, നീ അങ്ങനെ ചെയ്യേണ്ടതില്ല എന്ന് ഖുർആൻ പറഞ്ഞു തരാൻ ജനങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫരിഹീൻ, അങ്ങനെ അധികമായി പുളകം കൊണ്ട് ഒരു ഗർവ് നടക്കുന്നവരെ അള്ളാഹ്ക്ക് ഇഷ്ടമല്ല എന്ന് ജനങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു. മാത്രമല്ല അവർ ഒന്നുകൂടി ഉപദേശിച്ചു, വബ്തഗി ഫീമാ അതാകല്ലാഹു ദാറൽ ആഖിറ വലാ തൻസ നസീബക മിനദ് ദുനിയാ വഅഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക വലാ തബ്ഗിൽ ഫസാദ ഫിൽ അർളി ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ. അവരോട് പറഞ്ഞു, ഹാറൂനോട് പറഞ്ഞു, വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ, നിനക്ക് അല്ലാഹു തആല കുറെ തന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നീ ആഖിറം പ്രതീക്ഷിക്ക്, ആഖിറം കൂടി ഉണ്ടാക്ക് എന്ന് പറയാൻ. ആഖിറത്തിന് കൂടി വേണ്ടത് നീ ചെയ്യുക. വലാ തൻസ നസീബക മിനദ് ദുനിയ, അല്ലാഹു തആല തന്നതുകൊണ്ട് ദുനിയാവൊന്നും നീ മറക്കണ്ട. എല്ലാം വിട്ടെറിഞ്ഞ് എല്ലാം ദാനം ചെയ്ത് അങ്ങനെ ദുനിയാവിനെ ഒരു ഭയങ്കര ലളിതമായിട്ട് അങ്ങനെ വേണ്ടതില്ല. ദുനിയാവിൽ ആവശ്യമുള്ള ഒരു വിഹിതമൊക്കെ നീ എടുത്തുപയോഗിക്കുക, പക്ഷെ പരലോകത്തെ നീ മറക്കരുത്. വഅഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക, അല്ലാഹു തആല നിനക്ക് ചെയ്തു തന്നതുപോലെ നീ ആളുകൾക്ക് ഗുണം ചെയ്യും, ഉപകാരം ചെയ്യും എന്ന് പറഞ്ഞു. വലാ തബ്ഗിൽ ഫസാദ ഫിൽ അർള്, ഭൂമിയിൽ നീ കുഴപ്പമുണ്ടാക്കരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ, അല്ലാഹ്ക്ക് കുഴപ്പമുണ്ടാക്കുന്ന ആളുകളെ ഇഷ്ടമല്ല എന്ന് ജനങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു.
അപ്പൊ ഖാറൂന്റെ മറുപടി എന്താണ്? ഖാല ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി. ഇതൊക്കെ ഉണ്ടായത് എന്റെ മിടുക്കൊണ്ടാണ്, ഞാൻ അധ്വാനിച്ചിട്ടാണ്, എന്റെ അറിവുകൊണ്ടാണ്, എന്റെ അറിവ് കൊണ്ട്, എന്റെ മിടുക്ക് കൊണ്ട് കിട്ടിയതാണ് എന്ന് ഖാറൂൻ അഹങ്കരിക്കാൻ. അള്ളാഹിന് ശേഷം പറയുന്നുണ്ട്, ഇതിനേക്കാൾ മിടുക്ക് കാട്ടിയവർക്ക് എന്താണ് സംഭവിച്ചത് എന്ന് ഖാറൂൻ അറിയോ? ഇങ്ങനെയൊക്കെ ഗർവ് നടിച്ച് അഹങ്കരിച്ച് ഖാറൂനേക്കാളൊക്കെ ഉണ്ടായിരുന്ന മിടുക്കും ഗർവും കാട്ടി നടന്ന ആളുകൾക്ക് എന്താണ് സംഭവിച്ചത് എന്ന് അവർക്കറിയില്ലേ? ഇതിനേക്കാളൊക്കെ സംഘബലം കാട്ടി നടന്ന ആളുകൾക്ക് എന്താണ് സംഭവിച്ചത് അവർക്കറിയില്ലേ? വ്യക്തിപരമായി ഞാൻ ഭയങ്കര മിടുക്കനാണ് എന്നും എന്നെ തോൽപ്പിക്കാൻ നീ ആരാണ് എന്നൊക്കെ ചോദിച്ചു നടന്നവർക്ക് എന്താണ് സംഭവിച്ചത് എന്നവർ കണ്ടിട്ടില്ലേ? ഇതിനേക്കാളുമൊക്കെ തന്ത്രം കാണിച്ചവർ അല്ലെ, വളരെ വളവ് കാണിച്ച് ജീവിച്ച ആളുകൾ, അവർക്കൊക്കെ എന്ത് സംഭവിച്ചു എന്നവർ കണ്ടിട്ടില്ലേ എന്ന് ഖുർആൻ ശേഷം നമ്മളോട് ചോദിക്കുന്നുണ്ട്. ഹാറൂനു എന്താ സംഭവിച്ചത്? ഫഖസഫ്നാ ബിഹി ബിദാരിഹി അൽ അർദ്. ഭൂമിയിലേക്ക് അല്ലാഹു തആല അവന്റെ സമ്പത്തിനെയും അവന്റെ വീടുമെല്ലാം ആഴ്ത്തിക്കളഞ്ഞു എന്നാണ്. ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായി തീർന്ന സംഭവത്തിന് ആ നാട് സാക്ഷ്യം വഹിച്ചു. ഫമാ കാന ലഹു മിൻ ഫിഅത്തിൻ യൻസുറൂനഹു. അതുവരെ എന്റെ കൂടെ കുറെ ആളുണ്ടായി, കുറെ സംഘം ഉണ്ടായി, കുറെ ശക്തി ഉണ്ടായി എന്നൊക്കെ പറഞ്ഞില്ലേ, അതൊന്നും ഖാറൂനെ സഹായിക്കാനുണ്ടായില്ല. വമാ കാന മിനൽ മുൻതസിരീൻ. അല്ലാതെ വേറൊരാളും സഹായിക്കാൻ ഉണ്ടാവുകയുമില്ല എന്ന സന്ദേശം ഖുർആൻ കൃത്യമായി ഓർമ്മപ്പെടുത്തി അവിടെ. അപ്പൊ ഭൂമിയിൽ അവനെയും അവന്റെ വീടുകളെയും ഒക്കെ അല്ലാഹു തആല ആഴ്ത്തിക്കളഞ്ഞു. ഈ ഖാറൂന്റെ ഈ പോക്കും വരവും സമ്പത്തിന്റെ ആധിക്യവും ഈ സുഖിക്കണ ഈ ജീവിതത്തെ കണ്ടപ്പോ വിശ്വാസികളായ കുറെ ആളുകൾക്ക് തോന്നിയാവൂ, ഖാറൂന്റെ മാതിരി ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ചിന്തിച്ചു പോയിരുന്ന, ഒരു ഇടവേളയിലെങ്കിലും മനസ്സൊന്ന് പതറിപ്പോയിരുന്ന മുഅ്മിനീങ്ങളായ സാധുക്കളായ മനുഷ്യർ പറഞ്ഞു, ഔ പടച്ചോനെ നീ ഞങ്ങളെ കാത്തു, ഖാറൂന്റെ മാതിരി ആകാതിരുന്നത് നന്നായി എന്ന് അവർ മറിച്ച് ചിന്തിച്ചു എന്ന് ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ചിലപ്പോൾ ഉണ്ടാവും ചില കാഴ്ചകൾ കാണുമ്പോൾ നമ്മുടെ കണ്ണ് മഞ്ഞളിച്ചു പോകും അല്ലെ, ചില ആളുടെ വെകളിപ്പൊക്കെ കാണുമ്പോ, ചില അഹങ്കാരമൊക്കെ കാണുമ്പോൾ നമുക്ക് അതൊന്നും ഉണ്ടാവില്ല, പക്ഷെ അങ്ങനെ ആയിരുന്നെങ്കിൽ എന്നൊക്കെ ആലോചിക്കുന്ന ചിന്തകൾ നമ്മുടെ മനസ്സിലൂടെ അങ്ങനെ കടന്നു പോകും. അങ്ങനത്തെ ആളുകൾ ചിന്തിച്ചു, പടച്ചോനെ നീ കാത്തു, ഖാറൂന്റെ മാതിരി ആകാതിരുന്നത് നന്നായി എന്ന് മറിച്ച് ചിന്തിച്ചു പോയി എന്ന് ഖുർആൻ പറഞ്ഞിരുന്നുണ്ട്. ഞാൻ സൂചിപ്പിച്ച് പണം അതൊരു അഹങ്കാരമായി മാറിയാൽ, എന്റെ കയ്യിൽ അത്യാവശ്യം ചില്ലറുണ്ട് എന്ന് വിചാരിക്കുമ്പോ അത് എന്തിനാണ് പടച്ചോൻ തന്നത്, അത് ഏത് നിമിഷവും ഇല്ലാതായി പോകുന്ന ഒരു സാധനമാണ് എന്ന് അത് ബോധ്യപ്പെടാത്ത മനുഷ്യർക്ക് ഒരു തരത്തിലുള്ള കിബിറ് പിടികൂടും. അങ്ങനെ പിടിപെട്ടാൽ അള്ളാഹ് അത് ഇല്ലാതാക്കും എന്ന് ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിക്കാൻ, നമ്മുടെ ഒരു മിടുക്കും പിന്നെ അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് ഖുർആൻ ഓർമ്മിപ്പിക്കുന്നു. രണ്ടാമത്തത്, നമ്മൾ അഹങ്കാരം വരാൻ സാധ്യതയുള്ള ഒരു സംഗതി നമ്മുടെ ശക്തിയാണ്. നമുക്ക് കുറച്ച് മിടുക്കുണ്ട്, നമ്മൾ കുറച്ച് ശക്തിയുള്ളവനാണ് എന്ന് ചിന്തിക്കാം. ഇത് വ്യക്തിപരമായി ചിന്തിക്കാം, കുടുംബപരമായി ചിന്തിക്കാം, ഒരു സാമൂഹ്യപരമായിട്ടൊക്കെ ചിന്തിക്കാം, അല്ലെങ്കിൽ ഒരു സംഘമായി, ഒരു പ്രസ്ഥാനമായി, ഒരു പാർട്ടിയായിട്ടൊക്കെ ആൾക്കാർക്ക് ചിന്ത വരും. എന്റെ കയ്യിൽ പണമുണ്ട്, എന്റെ കുടുംബത്തിന് കുറച്ച് പണമുണ്ട്, എന്റെ പാർട്ടിക്ക് കുറച്ച് പണമുണ്ട്, എന്റെ സമുദായത്തിന് കുറച്ച് ബലമുണ്ട് എന്നൊക്കെ അകാരണമായി അഹങ്കാരത്തോടു കൂടി മനുഷ്യൻ ചിന്തിക്കാം. അതിനാണ് ഖുർആൻ ചോദ്യം ചെയ്യുന്നത്. ആദ്യ സമൂഹത്തെ ഖുർആൻ ഉദാഹരിച്ചുകൊണ്ട് പറഞ്ഞു, ന്യായമല്ലാത്ത രൂപത്തിൽ ആദ് സമുദായം അഹങ്കരിച്ചു ഭൂമിയിൽ. എന്താ അവർ അഹങ്കരിച്ചത്? വഖാലു, അവർ പറഞ്ഞു, മൻ അശദ്ദു മിന്നാ ഖുവ്വ, ഞങ്ങളെക്കാൾ ഊക്കുള്ളവര് ഞാനുള്ളത്, ഞങ്ങളെക്കാൾ ശക്തിയുള്ളവര് ആരെങ്കിലും ഉണ്ടോ എന്ന് അവർ ചിന്തിച്ചു. അവർ ആളുകളോട് പറഞ്ഞു. അള്ളാഹ് ഇത് ഭയങ്കര സഹിക്കാൻ പറ്റാത്ത ഒരു തലത്തിലേക്ക് ആളുകളുടെ ഇടയിൽ ഇത് വ്യാപിച്ചപ്പോ അള്ളാഹ്ക്ക് എന്താ ചെയ്യേണ്ടി വന്നുള്ളൂ? ഫർസൽനാ അലൈഹിം റീഹൻ സർസറ. അള്ളാഹ് തുടർച്ചയായിട്ട് ഒരു കാറ്റാണ് അയച്ചോടുകൂടി അവരുടെ ഊക്കും മുമ്പൊക്കെ അമർന്നുപോയി, ഇല്ലാതായി തീർന്നു എന്ന് ഖുർആൻ നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഒരു കാറ്റിന് ഇല്ലാതാക്കി കളയാൻ മാത്രമുള്ള ഊക്കും പമ്പൊക്കെ മനുഷ്യർക്കിടയിൽ വളരുള്ളൂ എന്ന് ഖുർആൻ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. ചെറിയൊരു കാറ്റ് മതി, ചെറിയൊരു തീ മതി, ചെറിയ ജലത്തിന്റെ ശക്തി മതി മനുഷ്യരുടെ എല്ലാം ഇല്ലാതാക്കാൻ എന്ന് എത്രയെത്ര വട്ടമാണ് മനുഷ്യരെ അല്ലാഹു തആല നമ്മൾ ഓർമ്മപ്പെടുത്തിയത്. വയനാട് നമ്മൾ കടന്നുപോയില്ലേ, പ്രളയം നമ്മൾ കടന്നുപോയില്ലേ, അമേരിക്കയിൽ ഒരു തീക്കാറ്റിന്റെ ചരിത്രം നമ്മളിങ്ങനെ കണ്ടും കേട്ടുകൊണ്ടിരിക്കുകയാണ്. പലരും അഹങ്കരിച്ചു,
പണത്തിന്റെ പേരിൽ, അധികാരത്തിന്റെ പേരിൽ, ശക്തിയുടെ പേരിലൊക്കെ അഹങ്കരിച്ചവർക്കൊക്കെ എന്ത് പറ്റി? ഞാൻ അഹങ്കാരമില്ലെങ്കിലും നോക്കൂ, മനുഷ്യരായ നമ്മെ അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്, ഇതൊന്നും ശാശ്വതമല്ല. നിങ്ങളുടെ പണം, നിങ്ങളുടെ ശക്തി എല്ലാം ദുർബലമായി പോകുന്ന ഒരു ഘട്ടം എന്ന് പറഞ്ഞാൽ അത് അല്ലാഹുവിന്റെ ഒരു കാറ്റിന് മതി, ഒരു തീക്ക് മതി, ഒരു ജലത്തിന്റെ ശക്തിക്ക് മതി എന്ന് അല്ലാഹു തആല മനുഷ്യരെ പഠിപ്പിക്കുകയാണ്. എത്ര സന്ദർഭങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി. പക്ഷേ നമ്മുടെ ചിന്താഗതിക്ക് മാറ്റം വരുന്നുണ്ടോ? മറ്റൊന്ന്, നമ്മളെ അഹങ്കാരികളാക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് അധികാരമാണ്. അധികാരം അത് ചെറുതും വലുതൊക്കെ ആവാം. ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിക്ക് അഹങ്കാരം വന്നാൽ എന്താ സംഭവിക്കുക? അവിടെ വംശീയ ഉന്മൂലനങ്ങൾ നടക്കും, തോന്നിയതുപോലെ നടക്കും, അവകാശങ്ങൾ ഹനിക്കപ്പെടും, പാവപ്പെട്ടവനും ദുർബലനും അടിച്ചമർത്തപ്പെടും. അതിന്റെ ചെറിയ ചെറിയ അധികാര തലങ്ങൾ ഉണ്ടാവും. ഒരു കുടുംബത്തില് അത് ഒരു അധികാരമുള്ളവരുണ്ടാവും, ഒരു നാട്ടിൽ അധികാരമുള്ളവരുണ്ടാവും, ഒരു സംഘടനയിലും പ്രസ്ഥാനത്തിലും പാർട്ടിയിലും ഒക്കെ അധികാരമുള്ളവരുണ്ടാവും. അങ്ങനെ ന്യായം തീരുമാനിക്കാൻ ഉത്തരവാദപ്പെട്ട ചുമതലപ്പെടുത്തപ്പെട്ട ആളുകളുണ്ടാവും. അവർക്കൊക്കെ അഹങ്കാരം പിടിപെട്ടാൽ അവിടെയൊക്കെ ഫിത്നകൾ ഉണ്ടാകുന്നതാണ്. ഏറ്റവും വലിയ അഹങ്കാരി ആരാണ്? ഖുർആൻ പറഞ്ഞു ഇബ്ലീസാണ് എന്നാണ്. ഇബ്ലീസിനേക്കാളും അഹങ്കാരം കടിച്ചുപോയ, അഹങ്കാരമുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ പ്രവർത്തിച്ച ഒരു മനുഷ്യനെ കൂടി ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. അത് ഫിർഔനാണ്. ഫിർഔൻ എന്താ സംഭവിച്ചത്? ഇന്ന ഫിർഔന അലാ ഫിൽ അർളി, ഭൂമിയിൽ ഞാനൊരു സംഭവമാണ് എന്ന് തോന്നി ഫിർഔൻ. തോന്നൽ മാത്രമായിരുന്നില്ല, അതിനനുസരിച്ചുള്ള കിരാതമായ പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തി. ഭിന്നിപ്പിച്ചു ജനങ്ങളെ, സ്ത്രീകളെ നാണം കെടുത്തി, കുട്ടികളെ കൊന്നൊടുക്കി, അല്ലെ? ആ നാട്ടിൽ സകലമാന ഫിത്തനകളും ഉണ്ടാക്കി എന്നാണ്. അന റബ്ബുക്കുമുൽ അഅല, ഞാനാണ് റബ്ബ് എന്ന് പറഞ്ഞു. ഏറ്റവും ഔന്നിത്യം എനിക്കാണ് എന്ന് അഹങ്കരിച്ചു. അഹങ്കാരത്തിന്റെ മാക്സിമം ഫിറൗൻ പ്രകടിപ്പിച്ചു എന്നാണ്. അവസാനം ഒരു ജലത്തിന്റെ മുമ്പിൽ, ഒരു വെള്ളത്തിന്റെ മുമ്പിൽ എല്ലാ പത്തിയും അടക്കേണ്ടി വന്ന ഫിറൗന്റെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുകയാണ്. അധികാരം മനുഷ്യനെ ദുഷിപ്പിക്കും, പണം മനുഷ്യനെ ദുഷിപ്പിക്കും. നമ്മുടെ ശക്തി, നമ്മുടെ ബലം ഉണ്ടെന്ന് തോന്നുമ്പോ നമുക്കിങ്ങനെ ചിലതൊക്കെ തോന്നും. നമ്മളൊരു ടീമാണ്, നമ്മളൊരു ശക്തിയാണെന്നൊക്കെ തോന്നുമ്പോ നമ്മൾ നിലവിലുള്ള സമാധാന അന്തരീക്ഷം കെടുത്താൻ ആവശ്യമായ ചിന്തകൾ നമ്മിലേക്ക് വരും. ഇബ്ലീസിന് അതാണ് പണി. നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും ഫിത്തനകൾക്കും ഫസാദുകൾക്കും. നമ്മളെ തന്നെ ആലോചിക്കുക. നമ്മൾ വ്യക്തിപരമായി മറ്റൊരാളുടെ സ്വസ്ഥത കെടുത്തുന്നത് നമ്മുടെ പണം ഉപയോഗിച്ച്, നമ്മുടെ ശക്തി ഉപയോഗിച്ച്, നമ്മുടെ അധികാരത്തിന്റെ ഹുങ്ക് ഉപയോഗിച്ച് ചെയ്യുന്നുണ്ടോ നമ്മൾ ആലോചിക്കുക. കുടുംബത്തിന്റെ സമാധാനം, സ്വസ്ഥത കെടുത്തുന്നത് നമ്മുടെ പണം ഉപയോഗിച്ച്, നമ്മുടെ ശക്തി ഉപയോഗിച്ച്, നമ്മുടെ അധികാരം ഉപയോഗിച്ച് നമ്മുടെ കുടുംബത്തിന്റെ അവസ്ഥകൾ സമാധാനം ഇല്ലാതാക്കുന്നുണ്ടോ നമ്മൾ ആലോചിക്കുക. നമ്മുടെ സംഘങ്ങളുടെ, നമ്മുടെ പാർട്ടികളുടെ, നമ്മൾ ഇടപെടുന്നിടത്തൊക്കെ നമ്മളത് ആലോചിക്കേണ്ടതുണ്ട് എന്ന് ഖുർആൻ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. പണവും ശക്തിയും അധികാരവും നമ്മെ അഹങ്കാരികളാക്കുമെന്നാണ്. നമ്മളെ തന്നെ ഒന്ന് പഠിച്ചാൽ മതി. നമ്മൾ ആരാണ്, നമ്മുടെ മിടുക്കെത്രയാണ്, നമ്മുടെ ഫലം എത്രയാണ്, നമ്മൾ എങ്ങനെയാണ് ഇങ്ങനെ മസിലക്കുള്ളവരായി വീമ്പ് കാണിക്കാൻ മാത്രം, ഞാൻ എന്ന് പറഞ്ഞ് അഹങ്കാരിക്കാൻ മാത്രം വളർന്നത് എന്ന് നമ്മൾ ആലോചിക്കണമെന്ന് ഖുർആൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഹൽ അതാലൽ ഇൻസാനി ഹീനും മിനദ് ദഹ്രി ലം യകുൻ ശൈഅൻ മദ്കൂറ. എല്ലാ വെള്ളിയാഴ്ചകളിലും സുബ്ഹി ജമാഅത്തിൽ നമ്മൾ ഇമാമിന്റെ വായിലൂടെ കേൾക്കുന്ന സൂറത്തുൽ ഇൻസാനിലെ ആദ്യത്തെ വചനമാണ്, മനുഷ്യ നീ എന്ന് പറയാൻ, ഞാൻ എന്ന് പറയാൻ പറ്റാത്ത ഒരു കാലഘട്ടം നിനക്ക് കഴിഞ്ഞു പോയിട്ടില്ലേ? നീ ഒന്ന് ഓർത്തു നോക്കുക എന്നാണ്. നീ എങ്ങനെ ജനിച്ച് ഉണ്ടാകുന്നതിന്റെ മുമ്പ് 30 കൊല്ലം മുന്നേ, 50 കൊല്ലം മുന്നേ, 70 കൊല്ലം മുന്നേ, 10 കൊല്ലം മുന്നേ ജനിക്കുന്നതിന് മുമ്പ് നീ എവിടെയായിരുന്നു എന്ന് നീ ഒന്ന് ആലോചിക്കൂ എന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്താൻ. അലം യകുൻ നുത്ഫതൻ മിൻ മനിയ്യിൻ യുംനാ സുമ്മ കാന അലഖതൻ ഫഖലഖ ഫസവ്വ. നീ ഒരു ഉമ്മയുടെ ഗർഭാശയത്തിനുള്ളിലെ ഒരു ബീജത്തുള്ളി മാത്രമായിരുന്നില്ലേ? നിന്നെ ഒരു ഭ്രൂണമാക്കി, രക്തപിണ്ഡമാക്കി ഒരു മനുഷ്യ സൃഷ്ടിപ്പായി അള്ളാഹ് ഇങ്ങനെ വികസിപ്പിച്ചതല്ലേ? നീ ഒന്ന് ആലോചിച്ചു നോക്കൂ എന്ന് ഖുർആൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഖുലിഖൽ ഇൻസാനു ലഈഫ. മനുഷ്യ, നിന്റെ സൃഷ്ടിപ്പ് വളരെ ദുർബലമാണ് എന്നാണ്. ഏത് നിമിഷവും താളം തെറ്റാൻ പറ്റുന്ന ഒരു തലച്ചോറാണ് നമ്മളത്, അല്ലെ? ആ ഒരു നൂലിന്റെ വ്യത്യാസം തലച്ചോറിലെ ഏതെങ്കിലും ഒരു സിഗ്നൽ സംഭവിച്ചാൽ നമ്മൾ നിശ്ചലമായി പോകും, നമ്മുടെ ചിന്തകൾ നിന്നുപോകും, നമ്മൾ അനാവശ്യമായ കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടും, ജീവിതത്തിൽ കാണാത്ത കാഴ്ചകൾ കാണുന്നത് പോലെ വിഭ്രാന്തിയിൽ നമ്മൾ അകപ്പെടും. മനസ്സിന്റെ താളം തെറ്റിപ്പോയി എത്ര മനുഷ്യർക്കിടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതൊക്കെ മനുഷ്യർ കാണുന്നില്ലേ, കേൾക്കുന്നില്ലേ? നിങ്ങൾക്കൊരു അസുഖം വന്നാൽ നിങ്ങളുടെ അവസ്ഥ എന്താ? നിങ്ങളുടെ ശരീരത്തിൽ ഒരു അവയവത്തിന് കേടുപാട് പറ്റിയാൽ നിങ്ങൾക്കതിനെ പൂർവ്വസ്ഥിതിയിലാക്കാൻ എന്ത് സന്നാഹമാണ് നിങ്ങളുടെ കയ്യിലുള്ളത്? കണ്ണിന്റെ കാഴ്ച പോയി, എങ്ങനെ തിരിച്ചു പിടിക്കും? സംസാരം അത് നിന്നുപോയി, എങ്ങനെ തിരിച്ചു പിടിക്കും? കിഡ്നി നഷ്ടപ്പെട്ടു പോയി, എങ്ങനെ വീണ്ടെടുക്കും? ഹൃദയത്തിന്റെ മിടിപ്പ് നിൽക്കുമെന്ന് തോന്നുന്ന ഘട്ടത്തിൽ എങ്ങനെ അത് പിടിച്ചു നിർത്തും?
നമ്മുടെ ശ്വാസം എടുക്കാൻ പറ്റാത്ത സാഹചര്യം വരുമ്പോ എങ്ങനെ പ്രിയപ്പെട്ടവരെ അതൊന്ന് വലിച്ചെടുക്കാനുള്ള ഒരു കാര്യം നമ്മൾ ചെയ്യും? എന്ത് ഇൽമാണ് നമ്മുടെ കയ്യിലുള്ളത്? നമ്മുടെ അറിവിന്റെ, നമ്മുടെ ശാസ്ത്രത്തിന്റെ, നമ്മുടെ കഴിവുകളുടെയൊക്കെ ശക്തി, നമ്മുടെ കയ്യിലെ പണം, നമ്മുടെ അധികാരം എങ്ങനെ നമ്മളെ സഹായിക്കും എന്ന് ഖുർആൻ നമ്മളോട് ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കാൻ വേണ്ടി പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അമേരിക്കയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കൂ. ആർക്കും ഒരു ഗുണപാഠം നൽകുന്ന കാഴ്ചകളാണ്. സങ്കടകരമായ, വേദനാജനകമായ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എത്രയോ ആളുകളാണ് കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത്, കത്തിപ്പോയിരിക്കുന്നു അവരുടെ ജീവിതം തന്നെ, അല്ലെ? സമ്പത്തുക്കൾ കത്തിത്തീർന്നിരിക്കുന്നു. മുസ്ലിം പള്ളികൾ അതിനിടയിൽ അങ്ങനെ കത്തിച്ചാമ്പലായിപ്പോയി. എത്രയോ നല്ല മനുഷ്യർ അവർക്കിടയിൽ മരണപ്പെട്ടു. അതുപോലെ തന്നെ എത്രയോ ഉപദ്രവം ചെയ്ത മനുഷ്യരും അവർക്കിടയിൽ കത്തിച്ചാമ്പലാക്കപ്പെട്ടു എന്ന് വാർത്തകളിൽ നമ്മൾ കാണുന്നുണ്ട്. കാലിഫോർണിയയിലെ ലോസ് ആഞ്ചലസിലെ ഒരു ഭാഗമൊന്നാകെ തീക്കാറ്റ് പിടിച്ച് വലിയ ചർച്ചയാണ് ലോകത്ത്. എങ്ങനെ ഇത് സംഭവിക്കുന്നു? അമേരിക്ക ആരായിരുന്നു? ആയിരക്കണക്കിന് വീടുകൾ പെട്ടെന്നാണ്, ദ്രുതഗതിയിലാണ്. ആളുകൾ ഇങ്ങനെ നോക്കി നിൽക്കെ തന്റെ സർവ്വസമ്പാദ്യവും ഇല്ലാതായി പോകുന്ന നേർക്കാഴ്ചകൾ അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏക്കറക്കണക്കിന് കൃഷിഭൂമികൾ, നിരവധി പേരുടെ മരണം, ബില്യൺ കണക്കിന് നാശനഷ്ടങ്ങൾ നമ്മൾ കാണുകയാണ്. നമ്മുടെ കൺമുമ്പിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ശിക്ഷയാണ് എന്നും പരീക്ഷണമാണ് എന്നൊക്കെ ആളുകൾ ചർച്ച ചെയ്യപ്പെടണം. അല്ലാഹു അഅലം. അതൊന്നും വിധി പറയാൻ മാത്രമുള്ള മിടുക്ക് നമുക്കില്ല. അള്ളാഹുവിന്റെ ഓരോ സബബുകൾ ഇങ്ങനെ ഉണ്ടാവും, പല കാരണങ്ങളായിട്ടുണ്ടാവും. അത് വ്യക്തിപരമായി നമുക്കുണ്ടാവും. നമ്മൾ തോന്നിവാസം വൃത്തികേടൊക്കെ ചെയ്തു പോവുകയാണെങ്കിൽ അള്ളാഹ് ചിലപ്പോൾ നമ്മളെ ശിക്ഷിക്കും, ചിലപ്പോൾ നമ്മളെ പിടികൂടും. നമ്മുടെ കുടുംബത്തിന് പരീക്ഷണങ്ങൾ വരും. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മൾ ഒരുപാട് ചിലപ്പോ ദുനിയാവിൽ നിന്ന് അനുഭവിക്കേണ്ടി വരും. ഖുർആൻ അത് പറയുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം താക്കീത് നൽകുന്നുണ്ട്. പരലോകത്ത് ഇരട്ടി ഇരട്ടി ശിക്ഷയായി ആ തിന്മകൾക്ക് നമ്മൾ നരകത്തിന്റെ തീ അനുഭവിക്കേണ്ട സാഹചര്യം ഉണ്ടാകുമെന്ന് ഖുർആൻ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിച്ച് നോക്കൂ. വിവരത്തിന്റെ കുറവുണ്ടോ? അമേരിക്കക്ക് എന്തിന്റെ കുറവാണ്? ശാസ്ത്രത്തിന്റെ, സാങ്കേതിക വിദ്യയുടെ കുറവുണ്ടോ? ലോക പോലീസായി ഒരുപാട് വിലസിയ ഒരു രാജ്യത്ത് ആളുകൾ ഇങ്ങനെ കത്തിത്തീരുന്നത് നോക്കി നിൽക്കേണ്ടി വരികയാണ്. പണമുണ്ട്, ശക്തിയുണ്ട്, അധികാരമുണ്ട്. പക്ഷേ ഒന്നും ചെയ്യാനാവാത്ത സാഹചര്യങ്ങൾ, നിസ്സഹായമായ അവസ്ഥ മനുഷ്യർക്ക് വന്നു ഭവിക്കുന്നത് നമ്മളിങ്ങനെ കാണുകയാണ്. ഇസ്രായേലിന് ആയുധങ്ങൾ കൊടുത്ത് അധികാരത്തിന്റെ അഹങ്കാരത്തിൽ ഗസയെ നോക്കി പല്ലിളിച്ച ഭരണാധികാരികൾ അവിടെയുണ്ട്. ഞങ്ങളുടെ കയ്യിൽ എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞ ആളുകൾക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നു എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. മിഡിൽ ഈസ്റ്റിലെ മൊത്തം ഭാഗം നരകത്തിന്റെ വാതിലിത ഞങ്ങൾ തുറക്കുമെന്ന് പ്രഖ്യാപിച്ച ഭീകരന്മാർ അവിടെയുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അധികാരവും പണവും ശക്തിയും ഒക്കെ കയ്യിൽ വന്നപ്പോ മിഡിൽ ഈസ്റ്റിൽ, അറബ് ലോകത്ത് മുഴുവൻ അത് നരകതുല്യമാക്കി തീർക്കാനുള്ള സംഗതികൾ ഞങ്ങൾ ചെയ്യുമെന്ന് വീമ്പിളക്കിയ ആളുകൾ അവിടെയുണ്ട് എന്ന് പ്രിയപ്പെട്ടവർ അവളെ മനസ്സിലാക്കുക. ലോസ് ആഞ്ചലസിന്റെയും കാലിഫോർണിയയിലെ ഇടയിലൊക്കെ ദൈവമെന്തിന് എന്ന് ചോദിച്ച് ഗോഡ്ലെസ് സിറ്റി എന്ന് ഞങ്ങൾ ഈ നാടിനെ വിളിക്കുന്നു, ദൈവമില്ലാത്ത നഗരമെന്ന് ഞങ്ങൾ ഇതിനെ വിളിക്കുന്നു എന്ന് പ്രഖ്യാപിച്ച ആളുകൾ അവിടെയുള്ള പ്രദേശമാകെ കത്തിച്ചാമ്പലായി പോകുന്ന കാഴ്ചകളുണ്ടായി. നിലവിളികൾ ഉയർന്നു. ദൈവമുണ്ടായിരുന്നെങ്കിൽ എന്ന ചർച്ചകൾ വന്നു. ദൈവം എന്ന വിളിയാളങ്ങൾ അവിടെ നിന്ന് ഉയരുന്ന കാഴ്ചകൾ നമ്മൾ കേട്ടു. നമ്മളാരാണ്? മനുഷ്യരാരാണ്? നിസ്സഹായരാണ് എന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവര്, നമുക്ക് നമ്മൾ മതിയെന്ന് വെറും തോന്നലാണ്. ഞങ്ങൾക്ക് ഞങ്ങൾ മതിയാകും എന്നതൊരു തോന്നലാണ്. ഞങ്ങൾ ഇതൊക്കെ തീരുമാനിക്കുമെന്നത് വെറും തോന്നലാണ്. മനുഷ്യരെ കുറിച്ച് ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങൾ എപ്പോഴും അള്ളാഹുവിലേക്ക് യാചിക്കേണ്ടവരാണ് എന്ന് ഖുർആൻ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ കയ്യിൽ പലതും ഉണ്ടാവും, പക്ഷെ എപ്പോഴും മനുഷ്യരെ, നിങ്ങൾ അള്ളാഹുവിലേക്ക് വിനയപ്പെടേണ്ടവരും വിനീതരാകേണ്ടവരും യാചനയോടുകൂടി അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടവരുമാണ് എന്ന് ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് നമ്മൾ ഒരുപാട് പാഠം ഇത്തരത്തിൽ പഠിക്കേണ്ടതുണ്ട്. വ്യക്തിപരമായി നമ്മൾ ശരിയാകുക എന്നുള്ളതാണ്. കുടുംബപരമായി നമ്മൾ റെഡിയാവുക എന്നുള്ളതാണ്. സമൂഹത്തിൽ നമ്മൾ നേരും നെറിയുമുള്ളവരായി മാറുക എന്നതാണ്. ഒരുപാട് പാഠങ്ങൾ ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ജീവിതത്തിന്റെ ഏത് സന്ദർഭമാവട്ടെ, നല്ല സുഭിക്ഷതയുടെ സന്ദർഭങ്ങളിൽ, അതുപോലെ തന്നെ സങ്കടങ്ങളുടെ സന്ദർഭങ്ങളിൽ, പരീക്ഷണങ്ങളുടെ സന്ദർഭങ്ങളിൽ, ഏത് ഘട്ടങ്ങളിലായാലും അള്ളാഹുവിനെ ഓർത്തും അള്ളാഹുവിന് വിധേയപ്പെട്ടും നമ്മൾ മുന്നോട്ട് പോവുക, പ്രാർത്ഥനയോട് അള്ളാഹുവിലേക്ക് മടങ്ങുക എന്നുള്ളതാണ്. അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടുമായി ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്.
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാല ദർറത്തിൻ മിൻ കിബർ. ആരുടെയെങ്കിലും മനസ്സിൽ ഒരണുമണി തൂക്കം കിബറുണ്ടെങ്കിൽ ലാ യദ്ഖുലുൽ ജന്ന, അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് തിരുനബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിക്കുന്നുണ്ട്. പുതിയ കാലത്ത് കഴിഞ്ഞ ആഴ്ചകളിലൊക്കെയുള്ള വാർത്തകൾ നമ്മൾ എടുത്തു നോക്കിയാൽ പണം കയ്യിലുണ്ട് എന്ന് കരുതി എന്തും പറയാം, ആരെയും എന്തും തെറി പറയാം, എന്ത് ദ്വയാർത്ഥവും പ്രയോഗം നടത്താം, സ്ത്രീകളെ അപമാനിക്കാം, അങ്ങനെ പല നിലക്കുമൊക്കെയുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. പണമുണ്ട് എന്ന് കരുതി അങ്ങനെ എന്തും ചെയ്യാൻ പറ്റുമെന്നുള്ള മനുഷ്യർ പണത്തിന്റെ പേരിൽ പോലെ തന്നെ സൗന്ദര്യത്തിന്റെ പേരിൽ അഹങ്കരിക്കാൻ, സൗന്ദര്യം പ്രദർശിപ്പിച്ചും നഗ്നത ആ ആളുകൾക്ക് ആസ്വദിക്കാനിട്ട് കൊടുത്തും എന്റെ സൗന്ദര്യം അതെന്റെ മൈ ബോഡി ഈസ് മൈ ചോയ്സ് എന്നൊക്കെ പറഞ്ഞുള്ള പുതിയ പ്രമേയങ്ങൾ ഇങ്ങനെ രംഗത്ത് വരികയാണ്. നമ്മുടെ കുട്ടികളൊക്കെ അതിൽ ആകൃഷ്ടരാകാണ്. ഞാൻ എനിക്ക് തോന്നിയമാതിരി ചെയ്യും, പണത്തിന്റെ പേരിൽ തോന്നിയമാതിരി ചെയ്യാൻ പോകുന്നവർ, സൗന്ദര്യം പ്രകടിപ്പിച്ചും പ്രദർശിപ്പിച്ചും തോന്നിയവാസങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ തുനിയുന്നവർ, സൗന്ദര്യമുണ്ടെന്ന് കരുതി എന്തും ചെയ്യാമെന്ന് കരുതുക. അതിന്റെ പേരിൽ ഒരു പാവം പെൺകുട്ടി നമ്മുടെ അടുത്ത പ്രദേശത്ത് ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായി. നിറമില്ല എന്നതിന്റെ കുത്തുവാക്കുകൾ നിരന്തരമായി കേട്ട് സൗന്ദര്യത്തിന്റെ പേരിൽ പഴി കേട്ട ഒരു പെൺകുട്ടി, 19 വയസ്സായ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്ത വർത്തമാനങ്ങൾ നമ്മുടെ പരിസര പ്രദേശങ്ങളിലാണ് ഉണ്ടായത് എന്ന് നമ്മൾ മറക്കരുത്. ആണുങ്ങൾക്ക് ഇതിലൊക്കെ എന്താണ്, അവരുടെ സ്വഭാവ ദൂഷ്യം കൊണ്ടോ അവരുടെ ഹുങ്ക് കൊണ്ടോ അവരുടെ പണത്തിന്റെ പേരിലോ സൗന്ദര്യത്തിന്റെ പേരിലോ കുടുംബത്തിന്റെ അധികാരമുണ്ട് എന്നതിന്റെ പേരിലൊക്കെ ഇങ്ങനെ ആളുകൾ ഉപദ്രവിക്കുകയും മാനസികമായി കുത്തി നോവിക്കുകയും ഒക്കെ ചെയ്യുന്നതിന്റെ ദീന് എന്താണ് പ്രിയപ്പെട്ടവര്? അങ്ങനെ ഒരു ദീനുണ്ടോ? അത് യഥാർത്ഥത്തിൽ ഇസ്ലാമികമായി ശരിയാണ്, നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അങ്ങനെ കുടുംബത്തിൽ ദുസ്സഹമായി വീർപ്പുമുട്ടുന്ന നൂറുകണക്കിന് പെൺകുട്ടികൾ ഉണ്ട് എന്നതൊരു വസ്തുതയാണ്. ആണുങ്ങളും ഉണ്ടാകും, അത്തരത്തിൽ വീർപ്പുമുട്ടുന്ന ആണുങ്ങളും ഉണ്ടാകും. നമ്മൾ ആലോചിക്കേണ്ടത് ദീനാണ്, പരലോകമാണ്, നാളെ പടച്ചോന്റെ തൃപ്തിയാണ്, സ്വർഗമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ എങ്ങനെയാണ് കുടുംബജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നത്, മുസ്ലിം കുടുംബങ്ങളിൽ പ്രത്യേകിച്ച് ഇങ്ങനെ നടക്കുന്നത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. നമ്മുടെ കയ്യിലെ പണം എന്തിനുള്ളതാണ്? ഒരു കല്യാണത്തിന്റെ പാർട്ടികൾ, അതിന്റെ പരിധി എത്രയാണ്? അതിനുവേണ്ടി കാട്ടിക്കൂട്ടുന്ന തോന്നിവാസത്തിന്റെ പേരിൽ ഒരു പിഞ്ചു പൈതലാണ് പടക്കം പൊട്ടിച്ച് ഒച്ച കേട്ട് സഹിക്കാൻ വയ്യാതെ ഹൃദയം പൊട്ടി മരിച്ച വർത്തമാനങ്ങൾ നമ്മൾ കേൾക്കേണ്ടി വരുന്നത്. പ്രിയപ്പെട്ടവർ, നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെയൊക്കെ കല്യാണ വീടുകളിൽ എന്തൊക്കെ വൃത്തികേടുകൾ നടന്നുകൊണ്ടിരിക്കുന്നു, നമ്മുടെ പരിസരങ്ങളിൽ നമ്മുടെ മഹല്ലുകളിൽ എന്തൊക്കെ തോന്നിവാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ പേരിൽ പടക്കം പൊട്ടിച്ച് ഒരു പിഞ്ചു കുട്ടി മരണപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത നമ്മുടെ മഹല്ലുകളിൽ ഞെട്ടലുണ്ടാക്കേണ്ടതില്ലേ? നമ്മുടെ കുടുംബങ്ങളിൽ ഞെട്ടലുണ്ടാക്കേണ്ടതില്ലേ? മരിച്ചു പോകുന്ന നമ്മുടെ മക്കളാകുമ്പോഴാണ് അതിന്റെ വേദനകൾ നമുക്കറിയാം. അത് കുറച്ച് ലളിതമാക്കി ഒച്ചപ്പാടും ബഹളവുമില്ലാതെ രാത്രിയിൽ ഉറങ്ങിക്കിടക്കുന്ന പിഞ്ചു പൈതങ്ങൾക്ക് സമാധാനമായി ഉറങ്ങാനുള്ള അന്തരീക്ഷം ഒരുക്കാനുള്ള ബാധ്യത അവിടെ ജീവിക്കുന്ന എല്ലാവർക്കും ഉണ്ട്. എല്ലാം ഉച്ചഭാഷണിയിലിട്ട് തകർത്ത് അറുമാദിച്ച് ഡിജെയുടെ സെറ്റിംഗ്സും വെച്ച് ഭയങ്കര വാട്സപ്പ് കൂട്ടി ആളുകൾ തുള്ളിച്ചാടുമ്പോ ഹൃദയം പൊട്ടി മരിക്കുന്ന പിഞ്ചോമനകൾ നമ്മുടെ തൊട്ടപ്പുറത്ത് തൊട്ടിലിൽ ഇതെന്റെ സുരക്ഷിതമായ ഇടമാണ് എന്ന് കരുതി ഉറങ്ങുന്നുണ്ട് എന്നത് നമ്മൾ എങ്ങനെയാണ് മറക്കും? നമ്മൾ പണത്തിന്റെ അഹങ്കാരം ഉണ്ടാകുമ്പോ, ഞാനൊക്കെ ഇതൊക്കെ ചെയ്യുമെന്ന് തോന്നുമ്പോ, ശക്തിയുണ്ട് എന്ന് തോന്നുമ്പോ, ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടാകുമ്പോ ഇത്തരത്തിലുള്ള അഹങ്കാരങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മളെ നശിപ്പിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഖുർആൻ പറഞ്ഞു, തിൽക്കദ്ദാറുൽ ആഖിറ, പരലോകാർക്കുള്ളതാണ്, സ്വർഗമാർക്കുള്ളതാണ്. നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദ, ഈ ഭൂമിയിൽ ഒരിക്കലും അഹങ്കാരം പ്രകടിപ്പിക്കാതെ, ഈ ഭൂമിയിൽ തന്റെ ഭാഗത്തുനിന്ന് ഒരു കുഴപ്പവും ഉണ്ടാക്കാത്ത, അങ്ങനെ ആഗ്രഹിച്ച് ജീവിക്കുന്ന, അച്ചടക്കത്തോടെ മര്യാദയോടെ അങ്ങനെ വിനീതവനായി ജീവിക്കുന്ന മനുഷ്യരുണ്ടല്ലോ, അവർക്കുള്ളതാണ് സ്വർഗം. വലാഖിബത്തുൽ മുത്തഖീൻ, അങ്ങനെ അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്നവർക്ക് അതിന്റെ പര്യവസാനം അല്ലാഹു നൽകുമെന്നാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളെ കൂട്ടത്തിൽ ഉണ്ടാകണം എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. പോരായ്മകൾ സംഭവിച്ചു പോയിട്ടുണ്ടാകും, തിരുത്താനുള്ള സമയമാണ്. തിരുത്തേണ്ടവർ നമ്മളാണ്. നമ്മൾ ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങളും വൃത്തികേടുകളും ഇത്തരത്തിലുള്ള കാര്യങ്ങളുമൊക്കെ നാട്ടിൽ നടക്കുമ്പോ ഒന്ന് വിരൽ ചൂണ്ടി, ഒന്ന് സംസാരിച്ച്, പാടില്ല എന്ന് പറയാൻ, കൈയൊന്ന് പിടിക്കാൻ, വേണ്ട എന്ന് പറയേണ്ടവരാണ് നമ്മൾ. അല്ലെങ്കിൽ നമ്മൾ അതിലൊക്കെ പെട്ടുപോകുമെന്നതാണ്. അതുകൊണ്ട് നമ്മുടെ പണം
പണം നമ്മളെ നശിപ്പിക്കാൻ പാടില്ല. നമ്മുടെ ശക്തി, ബലം നമ്മളെ തോന്നിവാസങ്ങൾക്ക് പ്രേരിപ്പിക്കാൻ പാടില്ല. നമ്മുടെ അധികാരം, പ്രിയപ്പെട്ടവരെ, അത് മറ്റുള്ളവന്റെ പേരിൽ മെക്കിട്ട് കയറാനോ ഒരു ഫിത്തനയോ ഫസാദോ ഉണ്ടാക്കാനുള്ള ഒരു കാര്യമായി മാറ്റാൻ പാടില്ല എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മൾ നന്നായി അല്ലാഹുവോട് പ്രാർത്ഥിക്കുക. നമ്മുടെ മനസ്സും നമ്മുടെ ജീവിതമൊക്കെ എപ്പോഴും വഴിതെറ്റിപ്പോകാവുന്ന ഇടങ്ങളിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് നമ്മളെപ്പോഴും അല്ലാഹുവോട് പ്രാർത്ഥിക്കണം, എന്നെ നേർമാർഗത്തിൽ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, പടച്ചോനെ നേർമാർഗത്തിൽ ഞങ്ങളെ നീ വഴി നടത്തണേ എന്ന് നമ്മളെപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളെ റഹ്മാനും റഹീമുമായ നാഥ ഞങ്ങൾക്ക് നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ.